ജോമി, ജോമി, ഇവിടെ വന്നേ. എന്താ ഡാഡി വിളിച്ചത്? നീ പപ്പയുടെ മൊബൈലിൽ ടോക്ക് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ടോക്ക് ടോക്കിലെ സ്റ്റാർ അല്ലേ, ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ? സോറി ഡാഡി, ഡാഡി എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഹേയ്, സോറി ഒന്നും പറയണ്ട. നിന്റെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതെന്താണെങ്കിലും ഡാഡിയോടും മമ്മിയോടും പറയണം. പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ? എവിടെ വീഡിയോസ് ഒക്കെ ഡാഡി ഒന്ന് കാണട്ടെ. ശരിക്കും കാണണോ? എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് ഓണാക്കിയേ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നീയപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമന്റും ആണ് കിട്ടിയതെന്ന്. എഡിറ്റും ചെയ്തു, അപ്ലോഡും ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 500+ വ്യൂസ് ആയി. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ 1K+ ആകും. കൊള്ളാലോ. വെൽ ഡൺ മൈ ഗേൾ. ജോമി, നീ ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായെന്നറിയോ? വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി. സ്കൂളിൽ പോകാനുള്ളതല്ലേ. ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാവാം. ജോമി, മൊബൈൽ തന്നേ. ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒരു മിനിറ്റ് ഡാഡി, പ്ലീസ്. ഇപ്പൊ തരാം. നിന്റെ ടോക്ക് ടോക്കിലുള്ള കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി ജോമി? എന്താ ഒരു സങ്കടം? എനിക്ക് ടോക്ക് ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അത്രയും വ്യൂസ് ഇപ്പോൾ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നില്ല. ലൈക്കും കുറവാ. അതെന്താ? അത് നീ കഥയും പാട്ടും കവിതയും മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാ. എന്നെ കണ്ടുപഠിക്കി. ഞാൻ ഫിലിം റിവ്യൂസും ട്രോൾ വീഡിയോസും ചെയ്തല്ലേ ഒറ്റയടിക്ക് 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് 2 മില്യൺ വ്യൂസോ? ജോമിയ, ടോമി, സ്റ്റാൻഡ് അപ്പ്. സംസാരമൊക്കെ പുറത്ത്. സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, മനസ്സിലായോ? സോറി മിസ്. ജോമി എവിടെ? അവിടെ റൂമിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എത്ര നേരമായിന്നറിയോ വിളിക്കുന്നു. കഴിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഇന്ന് അവളുടെ ടീച്ചർ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ നിന്ന് അവളെയും ടോമിയെയും പുറത്താക്കിയെന്ന്. എന്തിന്? അവളും ടോമിയും കൂടി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ലൈക്സിനെയും ഷെയറിനെയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നെന്ന്. ആഹാ, വന്നു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ ആയോ? എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. മതി, എല്ലാം ഇതോടെ നിർത്തിക്കോണം. ആദ്യം പഠിത്തം. എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന്. പക്ഷേ അത് വെറും ലൈക്കിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ടോക്ക് ടോക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ കഴിവുകൾ പുറത്തെടുക്കും? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്. അതിൽ പങ്കെടുത്ത് വിജയിക്കുക. അതിൽ നിനക്ക് റിയൽ ഓഡിയൻസിനെയും ഫോളോവേഴ്സിനെയും കിട്ടും. അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത്. ഐ ആം സോ സോറി ഡാഡി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി.
ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം. ടോമി, എന്താ ഇത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നേ? കളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലോണം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ടോമി, എന്താ മമ്മി? നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തെ? കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓ, ഇങ്ങനെ ഒരു ചെക്കൻ. ജോണോ, എന്താ ജോണേ രാവിലെ തന്നെ? ആന്റി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകൻ ടോമി പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. CCTVയിൽ കണ്ടതുകൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത്. സോറി ജോൺ, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം. മതി ഗെയിം കളിച്ചത്. നീ വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങിയല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കവിത എഴുതാൻ പഠിക്കാം. നിങ്ങൾ മനസ്സിൽ തോന്നുന്നത് എന്ത് കുത്തി കുറിക്കൂ. ടീച്ചർ അത് നോക്കി തെറ്റ് തിരുത്തി തരാം. നല്ല കവിതയ്ക്ക് അടിപൊളി സമ്മാനവുമുണ്ട്.
ടോമി, എന്താണ് ഈ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ പേപ്പർ നിലത്തിടാമോ? അത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ. സോറി മിസ്. അച്ഛനും അമ്മയും ഇത് എന്തെടുക്കുകയാ? അതോ, അത് വേസ്റ്റ് കുഴി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ഇനി മുതൽ ഇതിലേക്കാണ് ഇടേണ്ടത്. അതെന്തിനാ കുഴിയിലിടുന്നത്? ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. റോഡരികിൽ നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ടോമി കണ്ടിട്ടില്ലേ? അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ടോമിക്ക് അറിയാമോ? ഇല്ല. നമ്മൾ എല്ലാവരും നമ്മുടെ ഏരിയ വൃത്തിയാക്കും. അതായത് വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കളയും. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് കുന്നുകൂടുന്നതാണ്. അതില്ലാതാക്കാൻ നമുക്ക് ഓരോ വീടുകളിൽ ഇതുപോലെ ചെയ്താൽ മതി. സ്ഥലമില്ലാത്തവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൃത്യമായി അവരവരുടെ വേസ്റ്റുകൾ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമാണ്. ഞാനും കൂടിക്കോട്ടെ സഹായിക്കാൻ. അതിനെന്താ? ഇനി ഞാൻ വേസ്റ്റ് വലിച്ചെറിയില്ല. വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടും. ഇതെന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും. ഗുഡ് ബോയ്. മുത്തശ്ശി, ഇന്ന് ഏത് കഥയാ പറയാൻ പോകുന്നത്? കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ. എന്താ പോരെ? മതി മതി, കേൾക്കാൻ കൊതിയായി. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായയും എപ്പോഴും കൂടെ ഉണ്ടാകും. മുത്തശ്ശി, കുറുക്കനും ചെന്നായും എങ്ങനെ രാജാവിന്റെ ശിങ്കിടികളായി? പറഞ്ഞു തരാം. ഈ ചെന്നായയും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മടിയന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായിരുന്നു. ഒരു ദിവസം, ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു. നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവല് പോലും കണ്ട കാലം മറന്നു. എല്ലാം ശരിയാവും, ഒച്ച ഉണ്ടാക്കല്ലേ. അതാ രാജാവ് വരുന്നു. നമുക്കൊരു കളി കളിച്ചു നോക്കാം. നീ കൂടെ നിക്കണം. ഗുഡ് മോർണിംഗ് രാജാവേ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ? ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു. എന്തു പറ്റി? ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത കേട്ടു. എന്ത് വാർത്ത? നമ്മുടെ അയൽ രാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി. എന്ത്? ഒരു പീക്കിരി മുയലോ? അതെങ്ങനെ? അതെ, ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ മുയൽ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത്. അവിടെ ദൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും ഉണ്ടായിരുന്നു. ഇത് ലക്ഷ്യം വെച്ചാണ് മുയൽ രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുയലിന്റെ വാക്ക് വിശ്വസിച്ച ആ പാവം സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി. മുയൽ പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം. പക്ഷെ അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാവം ആ രാജാവ് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു. രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചും അതുപോലെ അലർച്ച കേട്ടു. അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി. മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത്. ഈ കാട്ടിലെ രാജാവായ അങ്ങ് ഒറ്റയ്ക്കല്ലേ വേട്ടയ്ക്ക് പോകാറ്? അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി. ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. അതെ അതെ, രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി. അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത്.
സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും ചെന്നായെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു, സിംഹരാജാവേ, ഈ ചെന്നായുടെയും കുറുക്കനും ഒപ്പം വേട്ടയ്ക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ. ഈ കാക്കച്ചിയമ്മന്റെ ഒരു തമാശ. പോ അവിടുന്ന്. രാജാവ് നടന്നോട്ടെ, നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ. ആ, കാക്കച്ചി പറഞ്ഞത് ശരിയാണ്. വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. നമ്മുടെ രാജ്യത്ത് ചെറിയവർ വലിയവർ എന്നൊന്നില്ല, എല്ലാവരും ഒന്നാണ്. ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു. അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായിരുന്നു. സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ 3 പേരും ചേർന്ന് ഒരു വലിയ മാൻ, ഒരു സീബ്ര, തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി പിടിച്ചു. സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ 2 മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും. രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി. ഈ തക്കം നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുറുക്കനോടായി പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, വാ നമുക്ക് കഴിക്കാം. അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല. രാജാവ് കഴിച്ചതിന്റെ ബാക്കി, അതും ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇത്രയൊക്കെ കിട്ടിയത്. അത് രാജാവിനും അറിയാമല്ലോ. അതൊക്കെ ശരിയാണ്. രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ്. നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം. അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം. സിംഹം കേട്ട ഭാവം നടിച്ചില്ല. ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു. ചെറുമൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ? സിംഹം തന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ എന്ത് തീരുമാനമെടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു? ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോരെ അവർക്ക് ആഹ്ലാദിക്കാൻ? ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചു പോയി. ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കുറുക്കനും ചെന്നായയും എഴുന്നേറ്റു. തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക, കാണട്ടെ നിനക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന്. കണ്ടോ, രാജാവിന് നിന്നേക്കാൾ എന്നോടാണ് കൂടുതൽ വിശ്വാസം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വീതം വെക്കണമെന്ന്. രാജാവേ, ഈ വലിയ സീബ്ര അങ്ങേക്ക്, കൂട്ടത്തിൽ ഏറ്റവും വലുത് അങ്ങാണല്ലോ. ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു. എനിക്ക് മാനിനെ മതി. ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും. കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത്. എന്റെ മുന്നിൽ വെച്ച് നീ നിന്നെ കുറിച്ച് സംസാരിക്കുന്നുവോ? രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇങ്ങോട്ട് വാ. ചെന്നായ പേടിച്ചരണ്ട് ഓടിപ്പോയി. സിംഹം പിന്നീട് കുറുക്കന് നേരെ തിരിഞ്ഞു. ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കാൻ. വേഗം പങ്കുവെക്ക്. മഹാരാജാവേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ? മിടുക്കൻ, നീ ഇവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭു. നിനക്ക് ബുദ്ധിയുണ്ട്. ഇത് 3 നീ എടുത്തുകൊള്ളുക. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ. കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി. സിംഹം ഓഹരി വെക്കാൻ ആദ്യം ചെന്നായോട് ആവശ്യപ്പെട്ടത് എത്ര നന്നായി. എന്നോടാണ് ആവശ്യപ്പെടുന്നതെങ്കിലും ഞാനാകുമായിരുന്നു നാട് വിടേണ്ടി വരിക. ദൈവത്തിന് നന്ദി. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക.